വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒരു അടിപൊളി വിഷു ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫെവിക്കോളിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ക്യാപ്പിലേക്ക് ഇതുപോലെ നൂൽക്കമ്പി ഒന്ന് ചുറ്റിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് പിരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പീസ് വെച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിന് അകത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു പെറ്റൽസിൻ്റെ ഷേപ്പിൽ നമുക്ക് നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നൂല് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ തന്നെ എക്സ്ട്രാ നിൽക്കുന്ന പ്ലാസ്റ്റിക് കവർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒരു 2 പെറ്റൽസ് കൂടെ ഉണ്ടാക്കിയെടുക്കണം. ഫുള്ള് നമുക്ക് 3 പെറ്റൽസാണ് വേണ്ടത്. നമ്മൾ 3 പെറ്റൽസ് ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചെറിയൊരു വയർ എടുത്തിട്ട് അതിൻ്റെ ടിപ്പിൽ നമ്മുടെ യെല്ലോ കവറും അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഗ്രീൻ ടേപ്പും ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒരു നൂല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്തെടുക്കണം. ഓരോ പെറ്റൽസ് വെച്ച് കൊടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ നമ്മൾ ടൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് ലൂസ് ആവാതെ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് 3 പെറ്റൽസും നന്നായിട്ട് ടൈ ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന നൂല് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഈ ഫ്ലവേഴ്സിനെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന ആ പൂമ്പൊടിയില്ലേ, അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വളച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളിവിടെ 4 ഫ്ലവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഒരു ചെറിയ പെറ്റൽ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു പെറ്റൽസിൻ്റെയൊക്കെ ഷേപ്പിൽ ഒന്നാക്കി കൊടുക്കണം. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ ഗ്രീൻ ടേപ്പ് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ 2 പെറ്റൽസ് വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഈ 2 പെറ്റൽസ് കൂടെ വെച്ചതിന് ശേഷം നന്നായിട്ട് നൂല് ഉപയോഗിച്ചിട്ട് ടൈ ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഗ്രീൻ ടേപ്പ് കൂടെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തന്നെ ചുറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സും ഇതുപോലെ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു നൂൽക്കമ്പിയും അതുപോലെ തന്നെ നമ്മുടെ കോട്ടനും എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കുറച്ച് മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ കോട്ടൺ വെച്ചതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നൂല് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ നന്നായിട്ട് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനിടയിലേക്കും നമ്മൾ നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കണം. ഇതുപോലെ നമ്മൾ കുറച്ചധികം മുട്ടുകൾ നമുക്ക് ചെയ്തെടുക്കണം. എക്സ്ട്രാ വരുന്ന പ്ലാസ്റ്റിക് കവർ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ചെറിയ മുട്ടുകൾ കുറച്ചധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഈ സ്റ്റിക്കിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ ചെറിയ മുട്ടുകൾ ഒന്ന് നമ്മുടെ ഗ്രീൻ ടേപ്പ് ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ നൂൽക്കമ്പി അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ അറ്റത്തേക്ക് ഒരു മുട്ടുകൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത മുട്ടുകളും വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ മുട്ടുകളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒറ്റ പെറ്റൽസ് ആയിട്ട് ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് ഇല്ലേ, അത് ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഡബിൾ പെറ്റൽസ് വെച്ച ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സ് കൂടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്ര സ്റ്റിക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കണിക്കൊന്നപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഭാഗത്തേക്ക് നന്നായിട്ട് ഗ്രീൻ ടേപ്പ് കൂടെ ചുറ്റി കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും വേണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.